blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന മുംബൈ താനെയിൽ നിന്നുള്ള KE ജേക്കബാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ മകൻ സിബി ജേക്കബിന്റെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന 24-ാം തീയതി. ആ കുടുംബത്തെ കൂടെ നമ്മൾ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് KE ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ. അദ്ദേഹത്തിന്റെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സിലേക്ക് ഒരു വലിയ വളർച്ചയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്കൂളിന് വേണ്ടി, ഹോളി ഫാമിലി ഹൈസ്കൂളിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സ്കൂൾ വളരെയധികം പ്രോഗ്രസ് ചെയ്യട്ടെ കർത്താവെ. അതിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാര്യ മോളി ജേക്കബിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തിന്റെ അകത്തേക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ആ സഹോദരിയുടെ മേൽ ആരോഗ്യവും ബലവും ഉണ്ടാകട്ടെ കർത്താവെ. മകൻ സിബി ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന ആഴ്ചയിൽ, ഈ വരുന്ന ദിവസങ്ങളിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആ മകനെ അങ്ങ് അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഭാര്യ റെബേക്കയെ അങ്ങ് അനുഗ്രഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ മകൻ, അതുപോലെ കർത്താവെ ഏബ്രഹാം സിബി ജേക്കബിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞു മകനെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ, എല്ലാവിധമായ നന്മകളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തെ ധാരാളമായി അങ്ങ് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ കൈകളിലേക്ക് ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബ്രദർ KE ജേക്കബ് ആൻഡ് ഫാമിലി, കർത്താവിന്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട്. ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ ഞാനും അതുപോലെ എല്ലാ പ്രേക്ഷകരും ഈ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് നിമിത്തമുള്ള ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലും നാം ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവലിന്റെ ക്ലിപ്സ് നമ്മൾ കാണാനായിട്ട് പോകുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമേ തന്നെ ബ്രദർ ഡാമിയെ നയിച്ച ഒരു ആരാധനയുടെ ഒരു ഭാഗമാണ് നാം കാണാൻ പോകുന്നത്. യു ആർ ആൽഫ ആൻഡ് ഒമേഗ എന്ന പേരിലുള്ള പ്രത്യേക ഗാനം പാടി ജനമെല്ലാം ആത്മാവിൽ സന്തോഷിച്ച ആ ഗാനരംഗം നമുക്കൊരു പ്രാവശ്യം കൂടെ കണ്ട് തിരിച്ചു വരാം. And Omega, we worship you, our Lord, and you are worthy to be praised. You are Alpha and Omega, and Omega. We worship you, our Lord, and you are worthy to be praised. You are Alpha, and Omega, and Omega. We
worthy to be praised. Yes, Lord, we worship you. Praise the Lord. എത്ര മനോഹരമായ ഒരു ആരാധനയായിരുന്നു ആ ആരാധന എന്നുള്ളത്. അതിനുശേഷം ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശമാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. പ്രഷ്യസ് ലൈഫ് എന്നതിനെ കുറിച്ചാണ് ബ്രദർ ഡാമിയൻ ഓരോ സെഷനിലും സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിൽ തന്നെ നമ്മുടെ ഈ ജീവിതം ദൈവത്തിന് എന്തുകൊണ്ട് ഇത്രയധികം വിലയേറിയതായി, അത് നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവം എന്തിനാണ് നമ്മുടെ ഈ കൊച്ചു ജീവിതത്തെ ഇത്രയും വിലയേറിയതായിട്ട് എണ്ണിയിരിക്കുന്നത്? ഇത് നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയമാണിത്. ആ സംശയത്തിനുള്ള ഉത്തരമാണ് ബ്രദർ ഡാമിയൻ 10 പോയിന്റുകളായിട്ട് 10 കാരണങ്ങളായിട്ട് നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 10 കാരണങ്ങളും ഒരുപക്ഷെ നിങ്ങളോട് പറയാൻ എത്രത്തോളം സാധിക്കുമെന്നതിന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. എങ്കിലും സാരമില്ല, ചില കാരണങ്ങൾ എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ട് ഇനിയുള്ള സമയത്ത് നമുക്ക് എറണാകുളം ബ്ലെസ്സിംഗ് സെന്ററിൽ നടന്ന ആ ശുശ്രൂഷയിലേക്ക് പോകാം. Hallelujah. Reason number 2, God gave man rulership over other creatures. രണ്ടാമത്തെ കാരണം എന്നുള്ളത് എന്തുകൊണ്ട് മനുഷ്യ ജീവിതം ദൈവത്തിന് വിലപ്പെട്ടതാണെന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ കാരണം എന്നുള്ളത് ദൈവം മനുഷ്യന് സകല ജീവജാലങ്ങളുടെ മേലുമുള്ള അധികാരം, വാഴുവാനുള്ള അധികാരം നൽകി. Genesis 1:26 through 31. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26 മുതൽ 21 മുതൽ 26 വരെ. Psalm 8:3-8. അതുപോലെ സങ്കീർത്തനം 8-ന്റെ 3 മുതൽ 8 വരെ. Man was created to rule on his behalf. ദൈവത്തിന് പകരമായി മനുഷ്യനെ ദൈവം വാഴുവാൻ വേണ്ടി നിയമിച്ചിരിക്കുന്നു. This is one speciality with God. God will not do everything by himself. He delegates. ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ദൈവം ഒരിക്കലും എല്ലാ കാര്യങ്ങളും സ്വയമായി ചെയ്യുന്നില്ല, പകരം പലരെയും അവന് പകരമായി അവൻ നിയമിക്കുന്നു. Hallelujah. Hallelujah. Now man is the authority on earth today. അതുകൊണ്ട് ഇന്ന് ഭൂമിയിൽ അധികാരസ്ഥരെന്നുള്ളത് മനുഷ്യനാണ്. He is the Lord of creation. അവനാണ് ഇന്ന് സകല സൃഷ്ടിയുടെയും കർത്താവെന്നുള്ളത്. He is the highest of creation. അത് മാത്രമല്ല സകല സൃഷ്ടിയിലേക്കാൾ വെച്ച് ഏറ്റവും ഉന്നതപരമായ സൃഷ്ടിയുമാണ് അവനെന്നുള്ളത്. Are you receiving something? നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? I am talking about you. ഞാൻ നിങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. I am talking about you. ഞാൻ നിങ്ങളെ കുറിച്ചാണ് I പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. am talking about you by reading from the manual the Lord has given us about human life. ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം നമുക്ക് തന്നിട്ടുള്ള മാനുവൽ ഉണ്ട്, നമുക്ക് നോക്കുവാനുള്ള ഒരു കൈപ്പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ നിയമപ്രകാരമാണ് നിങ്ങളുടെ ജീവിതം എന്തെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. When you purchase a washing machine, you will get a handbook along with it. നിങ്ങൾ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ ഒരു കൈപ്പുസ്തകം ലഭിക്കും. How to assemble it, how to operate it, etc. അത് എങ്ങനെയാണ് അതിനെ കൂട്ടി യോജിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കേണ്ടത്, പ്രവർത്തന രഹിതമായാൽ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങിയ ഒരു കൈപ്പുസ്തകം നിങ്ങൾക്ക് ലഭിക്കും. When God made you, God has given you a handbook along with it. അതുകൊണ്ട് ദൈവം നിങ്ങളെ സൃഷ്ടിച്ച സമയത്ത് നിങ്ങൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൈപ്പുസ്തകം കൂടെ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. If you use the washing machine the wrong way and something happens, your guarantee has no validity. അതുകൊണ്ട് നിങ്ങൾ ശരിയായ വിധത്തിൽ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ നിങ്ങൾ ഉപയോഗിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഗ്യാരണ്ടിക്ക് ഒരു ഉറപ്പുമില്ലാതെ മാറും. Hello. Amen. Hallelujah. Hallelujah. So I was saying about God's delegation. ഞാൻ ദൈവത്തിന്റെ നിയമനത്തെ കുറിച്ചാണ് ദൈവം നിയമിക്കുന്നതിനെ കുറിച്ചാണ്. God delegated man on earth. ഭൂമിയിൽ ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. What is delegation? എന്താണ് ദൈവത്തിന്റെ നിയമനങ്ങൾ? If you look around here as you are in this mega festival, you can see a lot of delegation. നിങ്ങൾക്ക് ഈ മെഗാ ഫെസ്റ്റിവലിൽ വന്നപ്പോൾ തന്നെ പല കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടി പ്രത്യേകമായി നിയുക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. You may be attending the mega festival right now, but
but behind the scenes for many weeks, so many teams were working, departments were working to make this a blessing to you. ഇന്ന് ഈ മെഗാ ഫെസ്റ്റിവൽ ഇതുപോലെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ രാവിലെ വന്ന് ഇവിടെ ഇരുന്ന് കാണുകയുള്ളായിരിക്കാം. പക്ഷേ ഇതിന്റെ പുറകിൽ പല ടീമുകൾ പല ആഴ്ചകളായിട്ട് ഒത്തിരി സമയങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. Some people are looking the accommodation department. ചില ആളുകൾ അതിന്റെ അക്കോമഡേഷൻ ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നു. A huge worship team. ഒരു നല്ലൊരു വർഷിപ്പ് ടീം ഇവിടെയുണ്ട്. Other physical arrangements. മറ്റു പല ഫിസിക്കൽ അറേഞ്ച്മെന്റ്സ് ഇവിടെ നടക്കുന്നുണ്ട്. So many are working hard. ഒത്തിരി പേര് ഇതിന്റെ പുറകിൽ വളരെയധികം അധ്വാനിക്കുന്നു. I am delegated to bring you the word of God. ഞാൻ ഇവിടെ നിയുക്തനായിരിക്കുന്നത് നിങ്ങൾക്ക് ദൈവവചനം പകരുവാൻ വേണ്ടിയിട്ടാണ്. So I am focusing only on that. ഞാൻ ആ ദൈവവചനം പകരുന്ന കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ But there കേന്ദ്രീകരിച്ചിരിക്കുന്നത്. are so many others working hard without anybody knowing them. ആരും അറിയാതെ, നിങ്ങളിൽ ആരും അറിയാതെ തന്നെ, രംഗത്ത് വരാതെ തന്നെ പല ആളുകളും ഇതിന്റെ പുറകിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്തിരിക്കുന്നു. Reason number 3. മൂന്നാമത്തെ, ദൈവം നമ്മുടെ ജീവിതം വിലപ്പെട്ടതാണെന്ന് കരുതാൻ മൂന്നാമത്തെ കാരണം, God communes and communicates with man. ദൈവം മനുഷ്യനുമായി കൂട്ടായ്മയും അതുപോലെ തന്നെ ആശയവിനിമയവും ചെയ്യുന്നു. Hello. That's reason number 3. ഇതാണ് Why മൂന്നാമത്തെ are കാരണം. you so precious to God? എന്തുകൊണ്ടാണ് ദൈവത്തിന് നിങ്ങൾ വളരെ വിലപ്പെട്ടവരായിരിക്കുന്നത്? God wants to walk with man. ദൈവം മനുഷ്യനുമായി ഒരുമിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നു. If you read Genesis chapter 3, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിച്ചാൽ, God walked with Adam. ദൈവം ആദാമിനോട് ഒരുമിച്ച് ചേർന്ന് നടക്കുന്നു. That phrase you will come across many times. Walked with God. ആ ദൈവവുമായി നടന്നു എന്ന വാക്ക് പിന്നീട് പലവട്ടവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Noah walked with God. നോഹ ദൈവത്തോട് കൂടെ നടന്നു. Enoch walked with God. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. So many men of God, women of God walked with God. ഈ കൂടെ നടന്നു എന്ന് പറയുന്നത് ഒത്തിരി ദൈവ പുരുഷന്മാരും ദൈവ സ്ത്രീകളും ദൈവത്തോട് കൂടെ നടന്നു. In 2012, 2012 we are the people in this generation to walk with God. ഈ തലമുറയിൽ, ഈ 2012 നാം ആയിരിക്കുന്ന ദൈവമക്കളാണ് ദൈവത്തോട് കൂടെ നടക്കുന്നവർ. Say amen. എത്ര പേർ സന്തോഷത്തോടെ ആമേൻ പറയും? In other words, God is desiring, longing an intimate relationship with man. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം മനുഷ്യനുമായിട്ടുള്ള അഗാധമായ ഒരു ബന്ധത്തിന് അവൻ താല്പര്യപ്പെടുന്നു. There is a school of thought going on like this: God is a power, an impersonal something, and he will never meddle with the affairs of humanity. സാധാരണ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു രീതി പ്രവണതയുണ്ട്. ദൈവം ഒരു ശക്തി മാത്രമാണ്, ദൈവം ഒരു വ്യക്തിത്വത്തിനുടമയല്ല, മനുഷ്യരുടെ കൂടെ വസിക്കുവാനോ അവരുമായി ആശയവിനിമയം നടത്തുവാനോ ദൈവത്തിന് സാധ്യമല്ല. Hello. But the God the Bible reveals is not like that. എന്നാൽ ബൈബിൾ വെളിപ്പെടുത്തുന്നത് അങ്ങനെയുള്ള ഒരു കാര്യമല്ല. God is a person. ദൈവം ഒരു വ്യക്തിയാണ്. And he wants to have personal relationship with all of us. നമ്മോട് ഓരോരുത്തരോടും വ്യക്തിപരമായ ബന്ധം വച്ച് പുലർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Amen. ആമേൻ. And God wants to reveal and discuss his plans with us. മറ്റൊരു കാര്യം, ദൈവം തന്റെ പദ്ധതികൾ നമ്മോട് വെളിപ്പെടുത്തുവാനും നമ്മോട് ചേർന്ന് ചർച്ച ചെയ്യാനും ആഗ്രഹിക്കുന്നു. Can I tell you something? ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. Whatever God wants to do in this world, he wants to do it in partnership with you. ഈ ഭൂമിയിൽ ഈ ദൈവം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളോട് ചേർന്നുള്ള പങ്കാളിത്വത്തിൽ ചെയ്യാനാണ് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത്. Okay, the first promise, Genesis 3:15, God said, I'm going to send my son as the son of a woman. ഉദാഹരണമായിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ ദൈവം പറയുന്നു, ഞാൻ എന്റെ മകനെ നിങ്ങളുടെ ഉദ്ധാരണത്തിനായി വീണ്ടെടുപ്പിനായി അയച്ചു തരാം. But I want a woman. പക്ഷേ എനിക്കൊരു സ്ത്രീയെ വേണം.
I want to do it in part. See, Jesus could take the form of a man and come direct. He could come down directly from heaven. നിങ്ങൾക്കറിയാൻ സാധിക്കുമല്ലോ, ദൈവത്തിന് വേണമെങ്കിൽ ഒരു മനുഷ്യന്റെ രൂപം എടുത്തിട്ട് സ്ത്രീയെ കൂടാതെ നേരിട്ട് സ്വർഗ്ഗത്തിൽ നിന്ന് ചാടി ഇറങ്ങി വരാമായിരുന്നു. I am the Son of God. എല്ലാവരുടെ മുൻപിൽ നിന്നിട്ട് ഞാനത്രേ ദൈവപുത്രൻ. I have come directly from my Father. ഞാൻ എന്റെ പിതാവിൽ നിന്ന് നേരിട്ട് വന്നിരിക്കുന്നു. I don't want anybody's help. എനിക്കാരുടെയും സഹായം ആവശ്യമില്ലാത്ത സർവശക്തനാണ് ഞാൻ. He will never do that. അങ്ങനെ ഒന്നും ദൈവം ചെയ്യില്ല. Jesus did everything. യേശു കർത്താവ് എല്ലാം ചെയ്തു. And he said it is finished. എന്നിട്ട് പറഞ്ഞു ഇത് നിവൃത്തിയായി. But it is not finished. പക്ഷെ അത് പൂർത്തിയായിട്ടില്ല. Until we partner with him and take the good news to the uttermost parts of the world. അതുകൊണ്ട് യേശുവിന്റെ രക്ഷാകരമായ പദ്ധതി കാൽവരി ക്രൂശിൽ ഒരിക്കലും പൂർണ്ണമായിട്ടില്ല. നാം അവന്റെ ആ പദ്ധതിയോട് ചേർന്ന് പങ്കാളികളായത് ചെയ്യുന്നത് വരെയും അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സഹോദരന്റെ പേര് അജേഷ്, ഭാര്യ സിന്ധു. ജനുവരി മാസം മുതലാണ് ഈ സഹോദരി ബ്ലെസ്സിംഗ് ടുഡേ കാണുവാൻ തുടങ്ങിയത്. അപ്പോഴാണ് പാലയിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വരുന്ന കാര്യം പറഞ്ഞ് പാല ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഈ സഹോദരി വന്ന് പങ്കെടുത്തു. ഇവരുടെ നാട് എവിടെയാണ്? ചങ്ങനാശ്ശേരി, കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ചങ്ങനാശ്ശേരി. ആ സമയത്ത് സഹോദരിയുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ ഈ സഹോദരി പറയുന്ന ഒരു നരകം പോലെയായിരുന്നു ഇവരുടെ വീട്. എല്ലാവരും തമ്മിൽ വഴക്കായിരുന്നു. മാത്രമല്ല ഭാര്യയും ഭർത്താവും തമ്മിൽ പോലും വഴക്കിട്ടിട്ട് 1.5 വർഷമായിട്ട് അവർ പിരിഞ്ഞിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത്രയും പോലും ബന്ധമില്ലാതെ 1.5 വർഷമായിട്ട് പിരിഞ്ഞിരിക്കുന്നു. ആ ദുഃഖത്തോടു കൂടിയാണ് സഹോദരി ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്നത്. എന്നാൽ ബ്രദറിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. ഒരാഴ്ചക്കകത്ത് തന്റെ ഹസ്ബൻഡ് മടങ്ങി വന്നു വീട്ടിലേക്ക്. എന്നാൽ അത് തീർന്നില്ല. ഇവർ ഒരുമിച്ച് കോട്ടയം ബ്ലെസ്സിംഗ് സെന്ററിലേക്ക് അവർ കടന്നുപോയി. ഈ സഹോദരന്റെ മദ്യപാനം മാറി. ഈ സഹോദരൻ 10ാം ക്ലാസ് പഠിച്ച് ആ സമയം മുതൽ ഉള്ള മദ്യപാനമാണ്. അതായത് ഇപ്പോൾ തനിക്ക് 33-34 വയസ്സുണ്ട്. ഏകദേശം 20 വർഷമായി ഉണ്ടായിരുന്ന ആ ദുശീലം കർത്താവ് തന്നെ വിടുവിച്ചു, കർത്താവ് തന്നെ സൗഖ്യമാക്കി. ഇന്ന് ആ സഹോദരി പറയുന്നത് എന്താണെന്നറിയില്ല, ഇപ്പോൾ വീട്ടിൽ ഭയങ്കര സമാധാനമാണ്, സന്തോഷമാണ്. എന്താണെന്നല്ല, നിങ്ങളുടെ വീട്ടിനകത്ത് യേശു വന്നിരിക്കുകയാണ്, അതാണ് സന്തോഷം. ഹല്ലേലൂയ. സഹോദരി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. 1.5 വർഷമായിട്ട് വേർപിരിഞ്ഞു പോയതാണെങ്കിലും കർത്താവ് ഒരു നിമിഷം മതി ഇത് പ്രവർത്തിക്കാൻ. ഹല്ലേലൂയ. എനിക്ക് വലിയ സന്തോഷമുള്ള പല സംഭവങ്ങളും നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്ലെസ്സിംഗ് സെന്ററിൽ നടന്നിട്ടുണ്ട്. കുടുംബ കോടതികൾ നോക്കിയിട്ട് ഒരുമിപ്പിക്കാൻ സാധിക്കാത്തത് ഒരൊറ്റ പ്രാർത്ഥനയിൽ കർത്താവ് ഒരുമിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? മനുഷ്യ മനസ്സുകളെ തമ്മിൽ ഒരുമിപ്പിക്കുന്നത് ഒരാത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരുമിപ്പിക്കൽ കൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദുഷ്ടാത്മാവ് വരുമ്പോൾ നമ്മൾ വേർപിരിഞ്ഞു പോകും. എത്ര പേര് അതിനൊരു ആമേൻ പറയാം? ഇവരുടെ ഇടയിൽ ഒരു ദുഷ്ടാത്മാവ് ഉണ്ടായിരുന്നു, അത് മാറി പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ എത്ര നാള് വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ആദ്യം താമസിച്ചിരുന്നു? 1 വർഷം. കുട്ടികളില്ല? കുട്ടി ഉണ്ട്, ഒരു കുഞ്ഞുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട് നിങ്ങൾക്ക്. ഒരു നിമിഷം ഇവരുടെ നേരെ കൈയൊന്ന് നീട്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാലോ? കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളാൽ കർത്താവെ ഇവരെ നിറച്ചതിനായി നന്ദി. കർത്താവിന്റെ നാമത്തിൽ ഇവരെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇനി പ്രാർത്ഥനയുടെ സമയങ്ങളാണ്. പ്രാർത്ഥനയുടെ സമയങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് ഞാനല്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. ബ്രദർ ഡാമിയൻ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പക്ഷേ ബ്രദർ ഡാമിയൻ ഈ മെഗാ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ അദ്ദേഹം നടത്തിയ ഒരു ഹീലിംഗ് സർവീസിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അഭിഷേകത്തിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇവിടെ ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുന്നു, ആ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പ്രാർത്ഥനകത്ത് വിടുതലുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥനയോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക, ആരാധനയോട് ചേർന്ന് നിങ്ങളും ആരാധിക്കുക. നിശ്ചയമായിട്ടും ഒരു വിടുതൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവായി ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. Feel in my heart the Holy Spirit is saying, from today
everything is going to change. എൻ്റെ ഹൃദയത്തിലുള്ള ഒരു ഫീലിംഗ് എന്നെ ഹേമിക്കുന്നത്, പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്നു മുതൽ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. My glory and my presence shall hover over you, inside of you and around you, about you, and everything is going to change in my presence. എൻ്റെ സാന്നിധ്യവും എൻ്റെ തേജസ്സും നിന്റെ അകത്തും നിന്റെ പുറത്തും നിന്റെ ചുറ്റിലും പരിവർത്തിക്കാൻ പോകുകയാണ്. My children shall experience more closeness and intimacy with me. എൻ്റെ മക്കൾക്ക് എന്നോട് കൂടുതൽ ഒരടുപ്പവും കൂടുതൽ ഒരു ബന്ധവും ഇന്നു മുതൽ ഉണ്ടാകാൻ പോകുകയാണ്. Some of you will literally be sitting in the lap of Jesus. നിങ്ങളിൽ ചില ആളുകൾ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ യേശുവിന്റെ മടിയിലിരിക്കുകയാണ്. Supernatural things are going to become natural for my children. എൻ്റെ മക്കൾക്ക് അത്ഭുതകരമായ അമാനുഷികപരമായ കാര്യങ്ങൾ ഒരു സാധാരണ സംഭവമായി തീരാൻ പോകുകയാണ്. Even without praying for the sick, the Lord says there shall be proximity healing just in your presence, spontaneously, just like that. Healings will be taking place. എൻ്റെ മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുക പോലും ആവശ്യമില്ലാത്തതുപോലെ നിങ്ങൾ നിൽക്കുന്നിടത്ത് ഇതുവരെ കാണാത്ത അത്ഭുതത്തിന്റെ, രോഗസൗഖ്യത്തിന്റെ, വിടുതലിന്റെ പ്രവൃത്തികൾ കാണാൻ പോകുകയാണ്. Even your shadows will carry my glory and my presence and healing virtue, because you are living under the shadow of the Almighty God. നിങ്ങളുടെ നിഴലുകൾ പോലും എൻ്റെ സൗഖ്യത്തിന്റെയും എൻ്റെ സാന്നിധ്യത്തിന്റെയും എൻ്റെ തേജസ്സിന്റെയും ശക്തിയെ വഹിച്ചുകൊണ്ട് വരും. അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കും. The Lord is giving new songs in your heart. ദൈവം എൻ്റെ മക്കളെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പുതിയ പാട്ടുകളെ അവൻ നൽകുകയാണ്. You will make new melodies in your hearts to the Lord. നിങ്ങൾ കർത്താവിന് വേണ്ടി പുതിയ പാട്ടുകൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈണം കൊടുക്കാൻ പോകുകയാണ്. Some of you standing here, the Lord says, I'm prophesying, you will be crazy, literally crazy. You will be crazy for the Master. ഇവിടെ നിൽക്കുന്ന ചിലരെ കുറിച്ച് പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. നിന്റെ യജമാനനായ നിന്റെ കർത്താവിന് വേണ്ടി നീ ഭ്രാന്ത് പോലെ, ഒരു ഭ്രാന്തനെ പോലെ നീ ആകാൻ പോകുകയാണ്. ഹല്ലേലൂയ! കർത്താവിന്റെ ഒരു വലിയ അത്ഭുതമാണ് ഇന്ന് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിരിക്കുന്നത്. വിശ്വസിക്കുക, കർത്താവ് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് ബ്രദർ ഡാമിയൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പേര് പറഞ്ഞു കാണില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗവിവരം പറഞ്ഞു കാണില്ല. പക്ഷെ യേശു കർത്താവിന് നിങ്ങളുടെ രോഗവിവരം അറിയാം, നിങ്ങളുടെ പേരറിയാം, നിങ്ങളുടെ ചെല്ലപ്പേരറിയാം. യേശുവിന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വന്ന് നിങ്ങളെ വിടുവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വലിയ വിശ്വാസത്തോടെ ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിന് ശേഷം ജോലിക്ക് പോകേണ്ടവർ പോകുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക. കർത്താവിന്റെ കരം നിങ്ങളോട് കൂടെയുണ്ട്. ഓർക്കുക, ഇന്ന് കൊല്ലത്താണ് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. നാളെ കോട്ടയത്ത്, മറ്റന്നാൾ റാന്നിയിൽ. ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വരണം. അവിടെ വന്ന് പ്രഷ്യസ് ലൈഫിന്റെ സീഡ് നിങ്ങൾ കരസ്ഥമാക്കണം. ആശിഷമാരി പുസ്തകം നിങ്ങൾ വാങ്ങിക്കണം. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. നാളെ വീണ്ടും ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ നമുക്ക് ഒരുമിച്ച് കാണാം.
പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4 222 111 0484 422 111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.